വാർത്തകളിലേക്ക്. ഗാസ സമാധാന കരാറിൽ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ ആരംഭിച്ചു. ഈജിപ്ഷ്യൻ മധ്യസ്ഥർക്കൊപ്പം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കരാറിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ബന്ദിമോചനം ഏതു തരത്തിൽ നടത്തണമെന്നുള്ള കാര്യത്തിലാണ് പ്രധാന ചർച്ച. കരാർ പൂർണ്ണമായി അംഗീകരിക്കാൻ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കെയ്റോയിലെ കൂടിക്കാഴ്ച. ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കാണ് കെയ്റോയിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജരേദ് കുഷ്ണർ എന്നിവരാണ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. ഈജിപ്ഷ്യൻ മധ്യസ്ഥരും ഹമാസ്, ഇസ്രായേൽ പ്രതിനിധികളും ഇന്നും നാളെയുമായി ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ആലോചിക്കും. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ദിമോചനം ദിവസങ്ങൾക്കുള്ളിൽ നടന്നേക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. കരാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 3:30 മുമ്പ് കരാർ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ ഒരു ദയയും ഇനി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. കരാർ പ്രകാരം ആദ്യഘട്ടം ബന്ദിമോചനവും രണ്ടാം ഘട്ടം ഹമാസിന്റെ നിരായുധീകരണവുമാണ്. ഈ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞാൽ ട്രംപും നെതന്യാഹുവും ഗാസയെ വീണ്ടും ആക്രമിക്കുമോ എന്നതാണ് ഹമാസിന്റെ ആശങ്ക. അതേസമയം കരാറിന്റെ ഓരോ ഘട്ടത്തിലും പതിയെ ഗാസയിൽ നിന്ന് IDF പിന്മാറുമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് കരാർ അംഗീകരിച്ചാൽ അടുത്ത നിമിഷം മുതൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സമാധാന കരാർ നടപ്പായാലും ഗാസയിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി നീക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്നാണ് വിവരം. ഇതിനിടെ ഇസ്രായേലിലെ ആക്രമണങ്ങൾ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു മുഖവിലക്കെടുക്കുന്നില്ല. ഇന്നലെ ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലടക്കം നടന്ന ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, News 18.